SSLC, GHSLC പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി 2970 സെൻറ്ററുകളിലായി 4,27,153 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 118 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെൻറ്ററുകളിലായി 2,944 വിദ്യാർത്ഥികൾ GHSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 4/3/2024 മുതൽ 25/3/2024 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആകെ 10,863 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തിയാക്കി പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്കിടയിലും പരീക്ഷാ കമ്മീഷണറോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിൻ്റെ പേര് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ്. 4 വെബ്സൈറ്റിൻ്റെ പേര്. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. 71,831. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,000. കഴിഞ്ഞ വർഷത്തെ എണ്ണം 68,604 കഴിഞ്ഞ വർഷം 68,604. ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു, പക്ഷേ പറഞ്ഞാൽ വേറെ പ്രശ്നമാണല്ലോ. വർധനവ് 3,227. 3,227.
SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 94. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 66. വിജയ ശതമാനം 70.21%. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 24. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 14. വിജയ ശതമാനം 58.33%. SSLC പരീക്ഷയിൽ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം. %99.92%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം. 99.08%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല 100%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 99%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. (4934) വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷവും 4934. കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു. 4856 വിദ്യാർത്ഥികളാണ് അന്ന് A+ കിട്ടിയത്. ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 533. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 516. വിജയ ശതമാനം 96.81%. 3 ഗൾഫ് സെൻറ്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. ദി മോഡൽ സ്കൂൾ അബുദാബി, ദി ഇന്ത്യൻ സ്കൂൾ ഫുജൈറ, ദി ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ. ലക്ഷദ്വീപ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 285. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 277. വിജയ ശതമാനം 97.19%. അവിടെ 100% വിജയം നേടിയ 6 സ്കൂളുകളുണ്ട്. ഷഹീദ് ജവാൻ മുത്തുക്കോയ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ അമിനി, ഗവൺമെൻറ് ഹൈസ്കൂൾ ചെത്തരത്ത്, ഗവൺമെൻറ് ഹൈസ്കൂൾ അഗത്തി, ഗവൺമെൻറ് സർദാർ പട്ടേൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കൽപ്പേനി, ഗവൺമെൻറ് ഹൈസ്കൂൾ മിനിക്കോയ്, ഗവൺമെൻറ് ഹൈസ്കൂൾ കടമത്ത്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്റർ PKMMHSS എടരിക്കോട് മലപ്പുറം. വിദ്യാർത്ഥികളുടെ എണ്ണം 2085. കഴിഞ്ഞ വർഷം അവർക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം
1876 ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് 5 സെൻറ്ററുകളുണ്ട്, ഒരാൾ വീതമേ ഉള്ളൂ. HMHSS രണ്ടാർക്കര എറണാകുളം, ഗവൺമെൻറ് HSS കുറ്റൂർ തിരുവല്ല, NSS HS ഇടനാട്, ഹസൻ ഹാജി ഫൗണ്ടേഷൻ ഇൻ്റർനാഷണൽ HS തലശ്ശേരി, ഗവൺമെൻറ് HSS ശിവൻകുന്ന് മൂവാറ്റുപുഴ. THSLC പരീക്ഷ മാർച്ച് 2024. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 47. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 2944. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 2938. വിജയശതമാനം 99.8%. ഫുൾ A+ നേടിയവർ 534. SSLC ഹിയറിംഗ് ഇംപേർഡ് HI അതിൻ്റെ പരീക്ഷ മാർച്ച് 2024. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 29. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 224. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 224. 100% വിജയമാണ്. ഫുൾ A+ നേടിയവരുടെ എണ്ണം 48. THSLC ഹിയറിംഗ് ഇംപേർഡ് ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 2. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 8. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 8. വിജയം 100%. അവിടെ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളില്ല. AHSLC പരീക്ഷ മാർച്ച് 2024. സ്കൂളിൻ്റെ പേര് കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുതുരുത്തി. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 60. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 59. വിജയശതമാനം 98.33%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 1. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ എണ്ണം. സർക്കാർ സ്കൂൾ 892. എയ്ഡഡ് സ്കൂൾ 1139. 1139. അൺഎയ്ഡഡ് സ്കൂൾ 443. കഴിഞ്ഞ വർഷത്തേക്കാൾ 100% വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് സ്കൂളുകൾ 59 എണ്ണത്തിന് കുറവുണ്ടായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളാണ് 52 എണ്ണത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകൾ 4 എണ്ണത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം കഴിഞ്ഞ വർഷം 2581 ഈ വർഷം ആകെ 2474. 107 കുറവുണ്ട്.
കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68,604 ആയിരുന്നു. എന്നാൽ ഈ വർഷം അത് 71,831 വർദ്ധിച്ചു. വർധനവ് 3,227. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മപരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ 9/5/2024 മുതൽ 15/5/2024 വരെ ഓൺലൈനായി നൽകാവുന്നതാണ്. ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ 2024 മെയ് 28 മുതൽ ജൂൺ 6 വരെ നടത്തുന്നതും ജൂൺ 2ാം വാരം ഫലം പ്രഖ്യാപിക്കുന്നതുമാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാവുന്നതാണ്. 2024 മാർച്ച് പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ DG ലോക്കറിൽ ലഭ്യമാകുന്നതാണ്. SSLC പരീക്ഷയിൽ വിജയിക്കുന്നതിന് നിലവിൽ നിരന്തര മൂല്യനിർണ്ണയം, എഴുത്തുപരീക്ഷ എന്നിവ രണ്ടും ചേർത്ത് ആകെ 30% മാർക്ക് നേടിയാൽ മതി. അതായത് 100 മാർക്കിൻ്റെ എഴുത്തുപരീക്ഷയിൽ വിജയിക്കുവാൻ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ 20 മാർക്കിനൊപ്പം കേവലം 10 മാർക്കിന് എഴുതിയാൽ വിജയിക്കാനാകും. മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എഴുത്ത് പരീക്ഷയിൽ പ്രത്യേക പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, അധ്യാപകർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും. പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം 30% മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം. അതായത് 40 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും 12 മാർക്കും, 80 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിന് 24 മാർക്കും നേടിയിരിക്കണം. അതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഫലം കണക്കാക്കുക. ഞാനത് പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി വിവിധ മേഖലകളിലെ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതാണ്. ആ കോൺക്ലേവിൽ നിരവധി കാര്യങ്ങൾ ഉയർന്നു വരും. അപ്പോൾ അതെല്ലാം കൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം പോകാം. കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ അത് നടന്നു വരുന്ന കാര്യമാണ്. SSLCയുടെ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 3 മാസത്തിനകം നൽകുവാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്.
ഉന്നത പഠനത്തിനും ജോലിക്കും മറ്റ് പല ആവശ്യങ്ങൾക്കും ഈ മാർക്ക് ലിസ്റ്റ് SSLC പരീക്ഷ പാസ്സായി 2 വർഷക്കാലം അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യം ആലോചിക്കാമെന്ന് വച്ചിട്ടുള്ളത്. SSLC ഒഴികെയുള്ള പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പ്രഥമ അധ്യാപകരുടെ ലോഗിൻ മുഖേന ഓൺലൈനായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിൻ്റെ കാലതാമസം ഒഴിവാക്കുവാൻ ഇത് സഹായകരമാകും. ആദ്യപടി എന്ന നിലയിൽ LSS, USS പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രഥമാധ്യാപകരുടെ ലോഗിൻ മുഖേന ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. LSS, USS പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് അവാർഡ് 30 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ വിതരണം ചെയ്യുന്നതാണ്. ഒരു ചോദ്യം ഒഴിവാക്കാമല്ലോ. വായിച്ചു പോവാം. നമുക്കിപ്പോൾ ജില്ലാടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിൽ വിജയിച്ചവരുടെ എണ്ണം, വിജയിച്ചവരെന്ന് വെച്ചാൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 34,077. ഇവിടെ ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉള്ളത് 37,581. 37,581. നമുക്കിതിൻ്റെ നോട്ട് തരാം എല്ലാവർക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകൾ 3,330. അങ്ങനെ ആകെ 40,911 സീറ്റാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. കൊല്ലത്ത് വിജയിച്ചവർ 30,144. ഹയർ സെക്കൻഡറി സീറ്റുകൾ അവിടെ ഉള്ളത് 31,182. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകൾ 4,800. ആകെ സീറ്റുകൾ 35,982. വേണ്ട, അത് പറയാം. വേണ്ട, ശരി, പറയാം. എന്നാലും നിങ്ങൾക്ക് തരുന്ന പേപ്പറിൽ അതും കൂടെ തന്നിരിക്കാം. നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ പ്രയോജനപ്പെട്ടോട്ട്. നമ്മൾ കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ട് വന്നതല്ലേ. പറയാമേ, അതിലുണ്ട്. ഞാൻ ഹയർ സെക്കൻഡറി മേഖല ആകെ സീറ്റുകൾ 4,33,231. ഹയർ സെക്കൻഡറിയിൽ മാത്രം 4,33,231. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ ആകെ സീറ്റുകൾ 33,030. അതെ, +1 പഠനത്തിൽ ലഭ്യമായ ആകെ സീറ്റുകൾ 4,66,261. 4,66,261.
ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ സീറ്റുകൾക്ക് പുറമെ ഉപരിപഠനത്തിൽ ലഭ്യമായ സീറ്റുകൾ IT മേഖലയിൽ ആകെ സീറ്റുകൾ 61,429 61,429. പോളിടെക്നിക് മേഖലയിൽ ആകെ സീറ്റുകൾ 9,990. എല്ലാ മേഖലകളിലുമായി ഉപരിപഠനത്തിൽ ലഭ്യമായ ആകെ സീറ്റുകൾ 5,37,680. 5,37,680. 178 താൽക്കാലിക ബാച്ചുകളിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 11,965. 11,965. മാർജിനൽ സീറ്റ് വർധനവിലൂടെയും താൽക്കാലിക ബാച്ചുകളിലൂടെയും ലഭ്യമാകുന്ന ആകെ സീറ്റ് 73,724. അപേക്ഷ സമർപ്പണം 2024 മെയ് 16 മുതൽ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 25. ഏകജാലക അഡ്മിഷൻ ഷെഡ്യൂൾ. ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 29. ആദ്യ അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 5. രണ്ടാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 12. മൂന്നാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 19. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളുടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി 2024 ജൂൺ 24 +1 ക്ലാസ്സുകൾ ആരംഭിക്കും. 2024 ജൂൺ 24 +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ജൂലൈ മാസം 5-നായിരുന്നു ആരംഭിച്ചത്. മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി 2024 ജൂലൈ 31 പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ പ്രധാന മാറ്റങ്ങൾ ഈ പ്രവേശനത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ 1-2 മാറ്റങ്ങളുണ്ട്. പ്രവേശന മാനദണ്ഡമായിട്ടുള്ള വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ഈ WGPA എന്ന് പറഞ്ഞൊരു കണക്ക് വച്ചിട്ടാണ് തുല്യമായി വരുന്ന സാഹചര്യത്തിൽ മാർക്കുകൾ തുല്യമായി വന്ന സാഹചര്യത്തിൽ അക്കാദമിക മെറിറ്റിന് മുൻതൂക്കം കൊടുക്കും. ഓൺലൈനായി സ്വീകരിച്ച് നിർദ്ദിഷ്ട ഷെഡ്യൂൾ പ്രകാരം അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ പ്രവേശനം സാധ്യമാക്കുന്നതാണ്. 2024-25 അധ്യയന വർഷം +1 പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും അലോട്ട്മെൻറ്റ് പ്രക്രിയയുടെ ആരംഭത്തിൽ തന്നെ
സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ മാർജിനൽ സീറ്റ് വർധനവും കഴിഞ്ഞ കൊല്ലത്തെ 178 താൽക്കാലിക ബാച്ചുകളും നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അത് ഗവൺമെൻറ് ക്യാബിനറ്റ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ ടോട്ടൽ വരുന്നത്, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, അതൊന്നുകൊണ്ട് പറയാം. മാർജിനൽ സീറ്റ് വർധനവിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 61,759. 178 താൽക്കാലിക ബാച്ചുകളിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 11,965. മാർജിനൽ സീറ്റ് വർധനവിലൂടെയും താൽക്കാലിക ബാച്ചുകളിലൂടെയും ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 73,724. ഇത് വേണം പറഞ്ഞാലേ സീറ്റോ സ്കൂളോ നോക്കിയാൽ റിലീസിനകത്ത് ഹ്രസ്വവും ദീർഘവുമായ തുടർ പഠന സാധ്യത പരിചയപ്പെടുത്തി 46 കോമ്പിനേഷനുകളുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ എത്തിച്ചേരുന്ന 25 ഉന്നത രാജ്യത്ത് ലഭ്യമാണ്. അഡോൾസെൻ്റ് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമീപ പ്രദേശത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് പരീക്ഷാ ഫലവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ആയി. പിന്നെ കുറച്ച് നിങ്ങൾ വായിക്കേണ്ടെന്ന് പറഞ്ഞ് അല്ല, വാരിക്കോരിയിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം പരീക്ഷ നടത്തുന്നത് ഒരു വലിയ പ്രോസസ്സിലൂടെയാണ്. ചോദ്യപേപ്പർ തയ്യാറാക്കൽ, അതിനൊരു പ്രോസസ്സുണ്ട്. അധ്യാപകരുടെ കൂട്ടായ്മ, അതിന് ചോദ്യപേപ്പർ രൂപം കൊള്ളുന്നു, അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ പ്രിൻ്റ് ചെയ്യുന്നു, അതിനുശേഷം ട്രഷറിയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് ഒരു ബുദ്ധിമുട്ട് വേറെ ആർക്കും ആ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന് പോകാതിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. ആ ചോദ്യപേപ്പറാണ് കുട്ടികൾ ആൻസർ ചെയ്യുന്നത്. അത് മാത്രമല്ല, വാല്യുവേഷൻ കേന്ദ്രങ്ങളിലും വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചർമാർക്കുപരി ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി 2-3 ലെയറിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ എഴുതിയ മാർക്കിന് തന്നെയാണ് കുട്ടികൾക്ക് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പുതിയ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റ് അത് വരുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലവാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും സമ്മതിച്ചാൽ. എന്താ അതെ, അങ്ങനെയൊന്നുമല്ല. അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം പലതും പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വരുന്നുണ്ട്. ആ ശബ്ദ സന്ദേശം തന്നെ ശരിയാണെന്ന് ഇതുവരെ പരിശോധിച്ചിട്ടില്ലല്ലോ. അല്ല, അത് പരിശോധിക്കാം, അത് പരിശോധിക്കാം. അല്ലേ, മെല്ലെ മെല്ലെ നമുക്ക് പിന്നെ കാര്യം കുറച്ചുകൂടെ മൂല്യനിർണ്ണയത്തിൽ ശ്രദ്ധ പതിപ്പിക്കണമല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റ് മിനിമം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെടൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയും. ഞാൻ വായിച്ചില്ല കണക്കെല്ലാം. ഇപ്പം ഈ 20 മാർക്ക് എന്തായാലും ടീച്ചറിന് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 8-10 മാർക്കിൻ്റെ ഉത്തരം എഴുതിയാൽ ജയിക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കണം. ഹയർ സെക്കൻഡറിയിൽ ആ സാഹചര്യം അല്ല ഉള്ളത്, സബ്ജക്റ്റ് മിനിമം ഉണ്ട്. അപ്പോൾ അതൊരു പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അവസരത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരോടും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആലോചിച്ചിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ
അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രഖ്യാപനം ഞാൻ നടത്തുന്നില്ല. അത് നമുക്ക് ഭാവിയിൽ നമുക്ക് ആലോചിക്കാം. ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലെല്ലാവരെയും പങ്കെടുപ്പിക്കാം, എല്ലാവരും അഭിപ്രായം തേടിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അല്ല, അത് പറയാൻ പറ്റില്ല. നമുക്കത് എല്ലാവരുടെ അഭിപ്രായം സ്വരൂപിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അധ്യാപക സംഘടന നേതാക്കന്മാരെല്ലാം അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് നിങ്ങളുടെ അഭിപ്രായം. എനിക്ക് ആ അഭിപ്രായമില്ല. വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നിങ്ങൾക്കും എനിക്കുമൊക്കെ അറിയാവുന്നുള്ള ഒരു ഡിഫറൻസ് കിടക്കുകയല്ലേ ഇതിൽ. കമലേഷേ, ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന ഒരു ഡിഫറൻസ് ഇതിൽ കിടക്കുകയല്ലേ. ഹയർ സെക്കൻഡറി മാർക്കും ഇതിലും ഒരു 20 മാർക്ക് ഈ അധ്യാപനം കൊടുക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. അതിലും നമുക്കൊരു മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, 1 മുതൽ 9 വരെയുള്ള അക്കാഡമി നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടി ഒരു സ്കീം തയ്യാറാക്കിയിട്ടുണ്ട്. അധ്യാപക സംഘടനകളുമായിട്ട് ഒരു റൗണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വേറെ കുഴപ്പം പിടിച്ച കുഴപ്പമൊന്നുമില്ല. കാരണം കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ അക്കാഡമിക് ഇയറിൽ നടത്താണ്. കാരണം കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ആർക്കും എതിർപ്പ് വരേണ്ട ഒരു കാര്യമില്ലല്ലോ. എല്ലാവരും സഹകരിക്കുമല്ലോ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാവുന്നത്. അതൊക്കെ അവരോട്ട് ചർച്ച ചെയ്ത് പരിഹാരം കാണാം. അധ്യാപകർ തോന്നിയ രീതിയിലൊന്നും മാർക്കൊന്നും കൊടുക്കുന്നില്ല. അത് തെറ്റായി ധരിച്ചിരിക്കുന്ന കാര്യം. ശാസ്ത്രീയമാണെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? അത് 20 മാർക്കിന്. അതെ. ഇപ്പം നമുക്കതിലൊരു പൊതുവിൽ കാണാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അധ്യാപകർക്ക് കൊടുക്കാൻ കഴിയുന്ന മാർക്ക് ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും അത് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ടീച്ചർ ചെയ്ത തെറ്റാണ്, ഏതെങ്കിലും ഒരു കുട്ടിക്ക് കൂടുതലായിട്ട് കൊടുത്തു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഏതെങ്കിലും പ്രത്യേക കേസ് ഉണ്ടെങ്കിൽ അത് പിന്നെ ശ്രദ്ധയപ്പെടുത്തിയാൽ അത് പരിശോധിക്കാം. നമ്മുടെ അധ്യാപകരൊന്നും അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. സെക്രട്ടറി പറഞ്ഞു. അല്ല, നാളെ ഹയർ സെക്കൻഡറി ഉണ്ടേ. നാളെ 3 മണിക്ക്. IT-കളിലല്ല, നമ്മുടെ സ്കൂളുകളിലും. അല്ല IT നമ്മുടെ ഇപ്പോൾ പിന്നെ സ്കൂളുകളിൽ ടീച്ചർമാരെ 8000-ഓളം വരുന്ന ടീച്ചർമാരെ ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് 1ാം ഘട്ട ട്രെയിനിങ് നടന്നു. വലിയ വിജയമായിരുന്നു. മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. നമുക്കിന്ന് വർത്തമാന കാലഘട്ടത്തിൽ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിൻ്റെ നാനാതുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രംഗത്തു നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളെ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ തന്നെ ഇത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് IT കൊണ്ട്, പോളിടെക്നിക്ക് കൊണ്ട്, നമ്മുടെ സ്കൂൾ 1ാം ക്ലാസ്സിൽ നമ്മുടെ മക്കളെ പോലും പഠിപ്പിക്കണം. അപ്പോൾ അവർ 1ാം ക്ലാസ്സിൽ നമ്മുടെ മക്കൾക്ക് IE പറ്റിയൊക്കെ കുറച്ച് വിവരമുണ്ട്. ഇപ്പോൾ നമുക്ക് പലർക്കും ഇല്ലെങ്കിലും. അപ്പോൾ അത് ആവശ്യമാണ്.